2016 ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കറണ്ട് കട്ടെന്നുള്ള ഒരു ഭീതി, മുമ്പുണ്ടായിരുന്നൊരു ഭീതി, ഉമ്മൻചാണ്ടി കാലത്തുണ്ടായിരുന്ന ഭീതി അകറ്റിക്കൊണ്ട് കേരളം മുഴുവനും സൂര്യൻ അസ്തമിക്കാത്ത നാടായി മാറ്റിയ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ മാസം മുതൽ സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കറണ്ട് കട്ട് ഇലക്ഷൻ കഴിഞ്ഞ ഒരു മാസം മെയ് 4 വരെ ഇല്ലാത്ത കറണ്ട് കട്ട് മെയ് 6 മുതൽ ഒരു പ്രത്യേക പ്രതിഭാസമാണ് കേരളത്തിൽ നടക്കുന്നത്. വൈദ്യുതി വെള്ളത്തിൽ നിന്ന് കിട്ടുന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ. വെള്ളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തെർമൽ പ്ലാന്റ് വഴിയും എല്ലാം കേരളത്തിലേക്ക് വൈദ്യുതി എത്തിച്ചുകൊണ്ടാണ് കേരളത്തിലെ പവർ കട്ട് ഒഴിവാക്കിയത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. ഇവരെല്ലാം കളിയാക്കിക്കൊണ്ടിരുന്ന MM മണിയാശാൻ 5 വർഷം ഈ കേരളത്തിലെ വൈദ്യുതിയെ ഒരിക്കലും പോകാത്ത രീതിയിൽ, വ്യവസായങ്ങൾക്കായാലും കാർഷികമായാലും ഒരിക്കലും കട്ടുവരാത്ത രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഈ സംസ്ഥാന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് സന്തോഷ് വക്കീലാണ്. സന്തോഷ് വക്കീലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ആദ്യം എഴുതി കത്തിച്ച് നമ്മുടെ നാട്ടിലെ പ്രമുഖ കലാകാരനായ കാക്കോടി അന്തിക്കാട് നിർവഹിക്കുന്നതാണ്. സഖാവിനെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പ്രസിഡന്റിനെയും സ്വാഗതം ചെയ്യുന്നു. LC മെമ്പർമാർ, അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, ബ്രാഞ്ച് അംഗങ്ങൾ, പൊതുജനങ്ങൾ എല്ലാവരെയും ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യോഗത്തിൻ്റെ അധ്യക്ഷയായി സഖാവ് രാധികയെ ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്ന ഏരിയ കമ്മിറ്റി അംഗം സഖാവ് സന്തോഷ് വക്കീലിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് രാധിക, പാർട്ടിയിലെ ലോക്കൽ സെക്രട്ടറി സഹദേവേട്ടൻ, ചാക്കോ മാഷ്, ഷക്കീൽ അമീർ, നമ്മുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളെ, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സൈന്യം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഊർജ്ജോൽപാദന മേഖല. ഊർജത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ ഭരണകർത്താക്കൾ ആദ്യമായി സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു നിലപാടാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ, വേണമെങ്കിൽ ഇന്ദിരാഗാന്ധി വരെയും ഈ സ്വയം പര്യാപ്തതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കുകയും രാജ്യത്തിൻ്റെ ഊർജ്ജ മേഖല പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുകയാണ്. അംബാനിക്കും അദാനിക്കും കുത്തക മുതലാളിമാർക്കുമായി രാജ്യത്തെ മുഴുവൻ തന്നെ തീരെഴുതി കൊടുക്കുന്നു. കേരളത്തിലാണെങ്കിൽ കേരളം ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ജലവൈദ്യുതിയായിരുന്നു. ജലവൈദ്യുതി ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന വൈദ്യുതിയാണ്. കേരളത്തിൽ സമൃദ്ധമായി വെള്ളം കിട്ടുന്നത് കൊണ്ടും 44 നദികളുള്ളതുകൊണ്ടും അണക്കെട്ടുകളുള്ളതുകൊണ്ടും കേരളത്തിൽ ആദ്യകാലങ്ങളിൽ ആ വൈദ്യുതി മതിയായിരുന്നു. പിന്നീട് കേരളം വ്യാവസായികമായി പുരോഗതി പ്രാപിക്കുന്നതിനനുസരിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കൂടുതൽ വൈദ്യുതി ആവശ്യം വരികയും പുതിയ മാർഗങ്ങളെ തേടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. UDFിൻ്റെ കാലത്താണെങ്കിൽ തീർത്തും അവഗണിക്കുകയും കേരളത്തിൽ നിരന്തരമായി മഴക്കാലം കഴിഞ്ഞാൽ വേനൽക്കാലത്ത് പൂർണ്ണമായും പവർ കട്ടിലേക്ക് കേരളം തള്ളിവിടപ്പെടുന്ന സാഹചര്യമുണ്ടായി. പരീക്ഷാകാലത്ത് SSLC പരീക്ഷാകാലത്തടക്കം പവർ കട്ടിന് അഭിമുഖീകരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ വൈദ്യുതിയുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങി തുടങ്ങിയത് പിണറായി വിജയൻ വൈദ്യുത മന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിലാണ്. വളരെ ചുരുങ്ങിയ കാലത്തെ ഇരുന്നുള്ളതെങ്കിലും ആ കാലഘട്ടത്തിലാണ് സമഗ്രമായൊരു പ്ലാനിങ് വൈദ്യുതിയുടെ കാര്യത്തിൽ കേരളം അന്നാണ് ആരംഭിച്ചത്. കേരളത്തിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെ കേരളത്തെ വൈദ്യുതിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ച് പിണറായി വിജയൻ്റെ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിരവധി പണ്ഡിതന്മാരടക്കം അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ LDFിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ പവർ കട്ട് ഇല്ലാതായി.
കേരളത്തിന് ആവശ്യമായ വൈദ്യുതി ഉണ്ടാക്കാനുള്ള പല പല സംവിധാനങ്ങൾ സോളാർ കറണ്ട് കേരളത്തിൽ വ്യാപകമായി കൊണ്ടുവന്ന LDFിൻ്റെ കാലഘട്ടത്തിലാണ്. UDFിൻ്റെ കാലത്ത് സോളാർ എന്ന് പറയുന്നത് ഒരു അശ്ലീല പദമായിരുന്നു. പക്ഷേ LDF വന്നപ്പോഴാണ് സോളാർ വൈദ്യുതി കേരളത്തിൽ ആവശ്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന വൈദ്യുതിയാണ് എന്ന് മനസ്സിലാക്കുകയും വലിയ രീതിയിൽ ഉൽപ്പാദനം ആ മേഖലയിൽ വളർന്നു വന്നു. പരമ്പരാഗതമായ സ്രോതസ്സുകൾക്കും അപ്പുറത്ത് പാരമ്പര്യേതരമായ സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കേരളം ആരംഭിച്ചു. അതുപോലെ തന്നെ ആവശ്യമായ ഘട്ടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് താപനിലയങ്ങളിൽ നിന്ന് കറണ്ട് വാങ്ങുന്ന സമ്പ്രദായം വളർത്തിക്കൊണ്ടുവന്നു. ഇതിനെല്ലാം തന്നെ ആവശ്യമായി വരുന്നത് കൃത്യമായൊരു പ്ലാനിംഗ് ആണ്. എപ്പോഴാണ് കറണ്ട് വാങ്ങേണ്ടി വരിക, എപ്പോഴാണ് കറണ്ട് വാങ്ങാതെ നമ്മുടെ കറണ്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചെല്ലാം നമ്മളൊരു ആസൂത്രണം വേണം. ഇടതുപക്ഷത്തിൻ്റെ മേന്മയായി ലോകം തന്നെ അംഗീകരിക്കുന്ന ഈ ആസൂത്രണമാണ്. ഒരു സോഷ്യലിസ്റ്റ് പ്ലാനിങ്ങിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സോഷ്യലിസ്റ്റ് പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം. മുതലാളിത്ത പ്ലാനിംഗ് ഇല്ല, മുതലാളിത്തത്തിന് പ്ലാനിംഗ് ഇല്ല, ആസൂത്രണമില്ല, എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കാം ഇതാണ് മുതലാളിമാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാനിങ്ങിന് യാതൊരു പ്രസക്തിയും അവിടെ ഇല്ല. അപ്പോൾ ഈ പ്ലാനിങ്ങോട് കൂടി കേരളം 10 കൊല്ലം വരെ LDF പവർ കട്ട് എന്ന സംഭവം കേരളത്തിൽ ഇല്ലാതാക്കി. ഇപ്പോൾ UDF വന്നതോടുകൂടി വീണ്ടും പവർ കട്ട് വന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ മഴക്കാലം തുടങ്ങുമെന്ന് കരുതി കേരളം വാങ്ങേണ്ടതായ വൈദ്യുതി വാങ്ങാതെ സണ്ണി ജോസഫ് മിണ്ടാതിരുന്നു. അതിൻ്റെ പേപ്പറുകൾ നീങ്ങാതിരുന്നു. ആവശ്യമായ സമയത്ത് കത്തറപാടുകൾ നടക്കാതിരുന്നു. ഒടുവിൽ വൈദ്യുതി കിട്ടേണ്ട സമയത്ത് വൈദ്യുതി നമുക്ക് കിട്ടിയില്ല. കേരളം പവർ കട്ടിലേക്ക് പോയി. അതിനെക്കുറിച്ച് ഒരു കുറ്റബോധവുമില്ലാതിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും. മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ കേരളത്തെ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാൻ നടക്കുന്ന ഒരു സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ എല്ലാ ദുഷ്ട നയങ്ങളും അതുപോലെ തന്നെ തിരിച്ചുകൊണ്ടുവരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പവർ കട്ട്. ഒരു കാരണവശാലും ഈ പവർ കട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊരു വിധിയോ ഇത് ഒഴിവാക്കാൻ കഴിയാത്തൊരു സംഗതിയോ അല്ല. 10 കൊല്ലം ഒഴിവാക്കി നമ്മുടെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് ഈ പവർ കട്ട് കേരള ഗവൺമെൻറ് സൃഷ്ടിയാണ്, സതീശൻ ഗവൺമെൻറ് സൃഷ്ടിയാണ്. ഈ പവർ കട്ടിനെ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ഇന്ന് ഭരണാധികാരികൾ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ കണ്ടില്ലേ, 35 ദിവസം ഡൽഹിയിൽ നടന്ന സമരം. ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടായി നിന്നു. ഭരണാധികാരികൾ വിറച്ചുപോയ സമരമാണ്. ഇങ്ങനെ ഭരണാധികാരികൾ വിറച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ സിംഹാസനങ്ങൾ കിളക്കം തട്ടിക്കൊണ്ടിരിക്കുന്ന, അവരുടെ ഉറക്കങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകളിൽ കേരളത്തിലെ ഭരണാധികാരികൾ സൂക്ഷിക്കണം. വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരും. അതുകൊണ്ട് അത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് പകരം ഈ പവർ കട്ട് പരിഹരിക്കാൻ അടിയന്തരമായി സർക്കാർ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദ്യങ്ങൾ. നമ്മുടെ പ്രിയങ്കരിയായ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ഇത് നമുക്കറിയാം. 10 വർഷം മുന്നേ നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ ഒട്ടും തന്നെ കറണ്ട് പോയിട്ടില്ല. ഇപ്പോൾ കറണ്ട് പോവുക തന്നെ മാത്രമല്ല, പല സമയങ്ങളിലുമായിട്ടാണ് കറണ്ട് പോകുന്നത്. ആരോഗ്യമന്ത്രി ഒരു ഓപ്പറേഷൻ നടന്നിരിക്കുമ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നൊരു വാക്കാണ് കറണ്ട് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്നുള്ള വാക്കുകളാണ്. അതുപോലത്തെ നീചമായ സംസാരങ്ങളാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാവുന്നത്. അതുപോലെ ഉള്ള മറ്റു കാര്യങ്ങൾ എല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് കറണ്ട് ഉപയോഗം വേണം. ഈ കറണ്ടുമായിട്ട് ഉപയോഗമുള്ള എല്ലാ മേഖലയിലും സ്തംഭിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ നമുക്ക് വലിയൊരു പ്രതിഷേധമാണ് നമ്മുടെ ഇവിടെ നടത്തേണ്ടത്. നമ്മുടെ ലോക്കൽ കമ്മിറ്റി നേതൃത്വം വഹിക്കുന്ന ഈ പ്രതിഷേധ സമരം ഊർജ്ജസ്വലമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഉദ്ഘാടനം നടത്താം. മെഴുകുതിരി നാടിനെ ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന UDF സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധ കൂട്ടായ്മ മെഴുകുതിരി തെളിയിച്ച് നമ്മുടെ പ്രിയങ്കരനായ സഖാവ് ചാക്കോ അന്തിക്കാടാണ് തെളിയിക്കുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. സഖാക്കളെ, സുഹൃത്തുക്കളെ, 2 വാക്ക് പറയണം. ഇവിടെ പ്രധാനമായിട്ട് വൈദ്യുതി ഇരുട്ട് അതായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. 2 തരം ഇരുട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ വീടുകളിൽ കറണ്ട് കട്ട് വരുമ്പോൾ വരുന്നൊരു ഇരുട്ടാണ്. ഈ ഇരുട്ടിന് പരിഹാരം എന്ന് പറയുന്നത് LDF മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അത് UDF അത് തകർത്ത് കളയാണ്. രണ്ടാമത്തെ ഇരുട്ടെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന വളരെ നിരുത്തരവാദപരമായ പരിപാടികളാണ്. അതാണ് നീറ്റിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യപേപ്പർ ചോരുന്നതും കുട്ടികളെ ഇരുട്ടിലാക്കുന്നതും അറിവിൻ്റെ മേഖലയാണ്.
ആ ഒരു അപകടകരമായ സംഭവത്തിനെതിരെയാണ് ഇവിടെ ജന്തർ മന്ദിർ അടക്കുന്ന സ്ഥലത്ത് 30-35ഓളം ദിവസം ഇന്ത്യയിലെ യുവത്വം എന്ന് പറയാം, ഒരു വിദ്യാർത്ഥി യുവത്വം പോരാടിയിട്ട് അവർ വിജയത്തിലേക്ക് എത്തിയത്. അവർ വെളിച്ചം വേണമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഈ കൃത്യമായ വിദ്യാഭ്യാസ നയങ്ങൾ വേണം, അതിനകത്ത് അഴിമതിയുള്ള മന്ത്രിമാർ രാജിവെക്കണം. ഒരു മന്ത്രി രാജിവെച്ചു, ധർമ്മേന്ദ്ര ധവാൻ രാജിവെക്കുന്നിടത്തേക്ക് എത്തി. വളരെ 35 ദിവസം കൊണ്ട് ആ സമരം ലോകം ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കറണ്ട് കെട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നൊരു പ്രതിഷേധ സംഭവം കൂടി ഉന്നയിക്കുകയാണ്. കറണ്ട് കെട്ട് വരുന്ന സമയത്ത് അതാത് വീടുകളുടെ മുൻപിൽ ആ വീട്ടിലുള്ളവർ ഇറങ്ങി നിന്നുകൊണ്ട് 1-1.5 മിനിറ്റെങ്കിലും പ്രതിഷേധ ഇതായിട്ട് റീൽസ് എടുക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ക്യാമറ ഇതിൽ ലൈറ്റ് ഇല്ലെങ്കിലും ഇതേപോലെ മെഴുതി എത്തിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് റീൽസ് ഇടിപ്പിച്ചിട്ട് അത് വലിയ വ്യാപകമായൊരു പ്രചരണമാക്കി മാറ്റണം. കറണ്ട് കെട്ട് വരുന്ന സമയത്ത് എല്ലാ വീടുകളുടെ മുമ്പിലും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രതിഷേധ സംഗതി വേണ്ടി പറയുകയാണ്. പിന്നെ ഈ ജന്തർ മന്ദിർ സമരത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ഫാസിസത്തിനെതിരെയുള്ള വിജയമാണ്, ജനാധിപത്യം സംരക്ഷിക്കുന്നതിൻ്റെ വിജയമാണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസം എന്ന് പറയുന്ന നയത്തിനെ താറുമാറാക്കുന്ന എല്ലാവർക്കുമുള്ള വാണിംഗാണ്. ഈ യൂത്തിനെ ഞാൻ 2 വാക്കുകളും പറഞ്ഞിട്ട് ഇത് കത്തിക്കാൻ വെച്ചിട്ടാണ്. യൂത്തിനെ ഏറ്റവും കൂടുതൽ ചരിത്രപരമായിട്ട് നെഗറ്റീവായിട്ട് ഉപയോഗിച്ച് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ യൂത്ത് എന്ന് പറയുന്നത് 13 വയസ്സുള്ള കുട്ടികൾക്ക് തോക്കും ആയുധങ്ങളും കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൊന്നത്. ആ ഹിറ്റ്ലർക്ക് അദ്ദേഹത്തിന്റെ നിറന്തലയിലേക്ക് ഒരു വെടിയുണ്ട, കോടിക്കണക്കിന് വെടിയുണ്ട സപ്ലൈ ചെയ്ത ഫാക്ടറി ഉണ്ടാക്കി ഹിറ്റ്ലർക്ക് ഒരു വെടിയുണ്ട അവിടെ ഉണ്ടായിരുന്നു. ആ വെടിയുണ്ടയാണ് അയാൾ തലയിൽ കയറിയിട്ട് അയാൾ അവസാനിച്ചത്. മുസോളിനീന് അതേപോലെ തന്നെ അവിടുത്തെ യൂത്തും ജനങ്ങളും കർഷകരും അവിടുത്തെ സാധാരണ ഇറ്റലിയിലെ ജനങ്ങളാണ് കല്ലെറിഞ്ഞു പോകുന്നത്. ഫാസിസത്തിന്റെ ദുരന്തം എന്ന് പറയുന്നത് നിലവിലുള്ള ഫാസിസ്റ്റുകൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിലേക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്തായാലും ഈ വെളിച്ചം നമ്മൾ തെളിയിക്കുന്നത് പോരാട്ടത്തിന്റെ, സമരത്തിന്റെ അറിവ് വെളിച്ചമാണ്, വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചമാണ്. 2 തരത്തിലുള്ള വെളിച്ചമാണ് നമ്മൾ ചേർപ്പ് CPIMന്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. വളരെ അഭിമാനമുണ്ട്. പ്രതിഷേധങ്ങൾ ആയിരക്കണക്കിന് സെന്ററുകളിൽ ഇന്നും വിദ്യാഭ്യാസത്തിന്റെ വിജയാഹ്ലാദമായിട്ട് SFIയുടെ അഖിലേന്ത്യാ നേതൃത്വം വിജയാഹ്ലാദം ഉണ്ട്. പിന്നെ സമരത്തിന്റെ വിജയമായിട്ട് ഞാനത് എല്ലാവർക്കും വേണ്ടിയിട്ട്, ലോകത്തിൽ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് സമാധാനവും സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും നിലനിൽക്കണമെന്നുള്ള ആ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് കത്തിക്കുകയാണ്. ഫാസിസം തുലയട്ടെ, ജനാധിപത്യം നീണാൾ വാഴട്ടെ. വർഗീയ ഫാസിസം തുലയട്ടെ, ജനാധിപത്യം നീണാൾ വാഴട്ടെ. എനിക്കറിയില്ലെങ്കിൽ ഓർക്കത്തിനെതിരെ മനസ്സിലാക്കുക. ഓർക്കട്ട് പിൻവലിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്. പവർ കട്ട് പിൻവലിക്കുക, പവർ കട്ട് പിൻവലിക്കുക, പവർ കട്ട് പിൻവലിക്കുക, പവർ കട്ട് പിൻവലിക്കുക. പിൻവലിച്ചില്ലെങ്കിൽ, പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക്, ശക്തമായ സമരത്തിലേക്ക്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്. പവർ കട്ട് പിൻവലിക്കുക, പവർ കട്ട് പിൻവലിക്കുക, പവർ കട്ട് പിൻവലിക്കുക, പവർ കട്ട് പിൻവലിക്കുക, 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 പിൻവലിക്കുക. വിളിച്ചോ UDF ഗവൺമെന്റിന്റെ
ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക. പവർ കട്ട് പിൻവലിക്കുക. നന്ദി പറയാൻ വിളിക്കാറ് ബാബുരാജിനെ ക്ഷണിക്കുന്നു. താങ്കളെ നമ്മുടെ ഇന്ന് പാർട്ടി ആഹ്വാനം ചെയ്ത ഈ പ്രതിഷേധ പരിപാടിയിൽ നമ്മുടെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം KG സന്തോഷ് കുമാറാണ്. ആ സഖാവിന് ആദ്യമായി നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ LC സെക്രട്ടറി, നമ്മുടെ കലാകാരനായ ചാക്കോ D അന്തിക്കാട്, ബ്ലോക്ക് പ്രസിഡന്റ് ശശീലാമർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും നാട്ടുകാർക്കും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രതിഷേധത്തിന്റെ തുടർച്ച എന്ന നിലയിൽ നമ്മളെല്ലാവരും വീടുകളിൽ പോയിട്ട് ലൈറ്റ് കെടുത്ത് മെഴുകുതിരി കത്തി പ്രതിഷേധിക്കുന്നുള്ള ഒരു ആഹ്വാനം കൂടി പാർട്ടി ചെയ്തിട്ടുണ്ട്. അതെല്ലാ ആളുകളും വീട്ടിൽ പോയിട്ട് ചെയ്യണം.